ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് കർത്താവേ, അവിടുന്ന് ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ കോട്ടകൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ജനത്തോട് സംസാരിക്കണം. നിരാശയിലും പ്രയാസത്തിലും ഇരിക്കുന്ന ജനമുണ്ട് കർത്താവെ. പല പല പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്. അവിടുന്ന് സംസാരിക്കണം. ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. കുടുംബ മണ്ഡലങ്ങളുള്ള നിരാശകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഓരോ വ്യക്തി മണ്ഡലങ്ങളോടും കർത്താവെ അവിടുന്ന് ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഞെരുക്കങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. അവൻ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. നാശകരമായ കുഴിയിൽ നിന്നും, നശിച്ചു പോകേണ്ട കുഴിയിൽ നിന്നും അവൻ നമ്മളെ കയറ്റി. അവൻ ചുമ്മാതെ കയറ്റിയതല്ല, വില കൊടുത്താണ്. തൻ്റെ അവസാന തുള്ളി രക്തം നമ്മൾക്ക് ഓരോരുത്തർക്കും വെറ്റി കൊടുത്തുകൊണ്ട് ആ നാശകരമായ കുഴിയിൽ നിന്നും നമ്മളെ കയറ്റുവാൻ സർവശക്തനായ ദൈവം തൻ്റെ ക്രിസ്തുയേശുവിൻ്റെ ഭാവങ്ങളെ, തൻ്റെ രാജത്വത്തെ, തൻ്റെ മഹത്വത്തെ, തൻ്റെ സിംഹാസനത്തെ വെടിഞ്ഞുകൊണ്ട് ദാസരൂപമായി ഈ ഭൂമിയിൽ അവതരിച്ച ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കട്ടെ. ആ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടായതുകൊണ്ടാണ് ആ നാശകരമായ കുഴിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ, ജീവനിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16 മുതൽ 22 വരെ വാക്യങ്ങൾ. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനുമായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയായ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിലും അവൻ മുമ്പാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ നിന്നും ആദ്യജനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ
രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്ന ശത്രുക്കളായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ നാശകരമായ കുഴിയിൽ നിന്നും, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റുവാൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം, സർവത്തിൻ്റെയും യജമാനനായ ദൈവം, രാജാതിരാജവനായിരുന്ന കർത്താവ് തൻ മനുഷ്യരൂപത്തിൽ, ദൈവമായിരിക്കെ മനുഷ്യരൂപത്തിൽ അവതരിച്ച് ഒരു ദാസനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അനുസരണമുള്ളവനായി നിന്ന ആ ക്രിസ്തുവിൻ്റെ ആ ഒറ്റ മനോഭാവം, ആ ക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവത്തിലാണ് നമുക്ക് നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറുവാൻ, നമ്മളെ കയറ്റുവാൻ, നമ്മളെ നിലവിളി കേട്ട് ഉത്തരം നൽകുവാൻ ഏകജാതനായ പുത്രനെ പിതാവ് ലോകത്തിൽ നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി നിൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. നിൻ്റെ ഗമനത്തെ, നിനക്ക് നിത്യത ലഭിക്കുവാൻ, നിനക്ക് കുടുംബത്തിന് സമാധാനമുണ്ടാകുവാൻ, നിനക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ, നീ ഐശ്വര്യവാനായിരിക്കുവാൻ, നീ സമ്പന്നനായിരിക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കുരിശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാശകരമായ നമ്മുടെ കുഴിയിൽ നിന്നും നമ്മളെ കയറ്റുവാൻ, നമ്മളെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ, നമ്മളെ നിത്യതയിലേക്ക് നടത്തുവാൻ, നമ്മൾ നേർവഴിയിൽ നടത്തുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകിക്കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ എല്ലാ ഭാരങ്ങളും വെച്ചുകൊണ്ട്, എല്ലാ പാപങ്ങളും ശാപങ്ങളും അത് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട്, ആ പുത്രൻ നമ്മൾക്കായി തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും, തകർന്നു പോകേണ്ട കുഴിയിൽ നിന്നും, നശിച്ചു പോകേണ്ട കുഴിയിൽ നിന്നും നമ്മളെ കയറ്റിയ ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്ന മാതാവേ, പ്രയാസപ്പെടുന്ന പ്രിയ പിതാവേ, അടുത്ത ദിവസം എന്ത് ചെയ്യും, ഞാനും എൻ്റെ കുടുംബം എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ വിളിച്ചേരുകയാണ്. നിൻ്റെ ചില വിഷയത്തിൻ്റെ മേൽ ആർക്കും സഹായിക്കുവാൻ പറ്റാത്ത, നീ ചില ആകുലപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് അതിൻ്റെ മേൽ പുതുവഴികളെ തുറന്നിരിക്കുന്നു. വിശ്വസിച്ചാൽ ആമേൻ എന്ന് പറയാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ അതേ, നീ നശിക്കുമെന്ന്, നീ തകർന്നു പോകുമെന്ന്, നീ ഇല്ലാതായി പോകുമെന്ന് നിൻ്റെ ശത്രുക്കൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ തകരുവാൻ, നീ നശിച്ചു പോകുവാൻ, നീ ഇല്ലാതായി പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അൽബോ ഷൽഖറോ ഹസ്തിയ. ഈ പ്രോഗ്രാം കാണുമ്പോൾ നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, കരയുന്ന മാതാപിതാവേ, നിനക്ക് വേണ്ടി അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവനൊരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന അരുൾ ചെയ്ത കർത്താവ് പറയുന്നു, നിനക്കായി അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. നിരാശയിൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരി,
നീ ഭയപ്പെടേണ്ട. കർത്താവ് ചില പുതുവാതിലുകളെ നിനക്ക് തുറന്നിരിക്കുകയാണ്. ഭയത്തിൻ്റെ ശക്തികൾ നമ്മളെ, ചില ചിന്തനകൾ, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ഭയപ്പെടുത്തുന്ന ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് നമുക്ക് ജയമെടുക്കുവാൻ സാധിക്കണം. ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകർ ഭയത്തിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അനേക സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷിക്തന്മാർ, അവരെ പിന്നിൽ ചില ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറുവാൻ കൽപ്പിക്കുന്നു. റേക്ക് ഷംതോ റീബന, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭയപ്പെടുത്തുന്ന വ്യാപാര ശക്തികളെ, ദുഷ്ടശക്തികൾ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കുകയാണ്. റോക്കുളു ഷംദനി ഹൗഷം തരാഹദിയ. അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ഏത് വേളകളിലും ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുന്നവൻ കർത്താവാണ്. ലോകത്തെ മനുഷ്യനെ നമുക്ക് ആശ്രയിക്കുവാൻ പറ്റത്തില്ല. ലോകത്തെ നമ്മുടെ കൂട്ടു സഹോദരന്മാരെ ആശ്രയിക്കുവാൻ പറ്റത്തില്ല. ബന്ധുമിത്രാദിയെ ആശ്രയിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കുവാൻ പറ്റത്തില്ല. ഭർത്താവ് ഭാര്യയെ ആശ്രയിക്കുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഏത് സാഹചര്യങ്ങളെയും ഏതവസ്ഥയിലും നിന്നെ ആശ്രയിച്ചാൽ നിന്നെ ഉത്തരം നൽകുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ മാറോട് ചേർക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് കാണുവാൻ സാധിക്കും. നീ നിൻ്റെ ഭാരങ്ങളെ അവൻ്റെ കരങ്ങളിൽ വെച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് ജയം നൽകുന്ന ദൈവമാണ്. അവൻ നിന്നെ വിടുവിക്കുന്ന കർത്താവാണ്. അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ഭാരങ്ങളെ വഹിക്കുവാൻ, നിൻ്റെ പ്രയാസങ്ങളെ വഹിക്കുവാൻ നിനക്ക് സാധ്യമല്ല. അതിന് നിൻ്റെ ഭാരങ്ങളെ യഹോവയുടെ കരങ്ങളിൽ സമർപ്പിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതേ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ. ആകയാൽ എന്നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എൻ ചുമട് ലഘുവും എൻ ഭാരം മൃദുമായിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നീ നീറുന്ന വിഷയങ്ങൾ, നീ നിലവിളിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മുഴുവൻ ഭാരങ്ങളും നിന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ നിശ്ചയമായി അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ നിനക്ക് നീക്കുപോക്കുകൾ നൽകുന്ന ദൈവമാണ്. അതിന് നിശ്ചയമായി അവൻ മറുപടി നൽകുന്ന ദൈവമാണ്. അവൻ കണ്ണുനീരിൻ്റെ മധ്യയിൽ, ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, പ്രയാസത്തിൻ്റെ മധ്യയിൽ നിന്നെ ഉപേക്ഷിച്ച് ലോക മനുഷ്യനെ പോലെ തള്ളിക്കളയുന്നവനല്ല എൻ്റെ കർത്താവ്. നിശ്ചയമായി അവൻ നിനക്ക് മറുപടി, ഉത്തരം നൽകുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ അഭിഷക്ത, പ്രിയ പിതാവേ, പ്രിയ സഹോദരി, നീ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്നത് സ്വർഗമറിയുന്നു. നിൻ്റെ ഭാരങ്ങളെ നീ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ നിൻ്റെ സ്ഥിതികളെ മാറ്റി, നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ചില നീക്കുപോക്കുകൾ, അതിനുമേൽ കർത്താവ് ചില അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, വചനമൊന്ന് സ്വയമായി പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ വചനം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന വചനമാണ്. അവൻ നിന്നെ പുലർത്തും, യേശു എന്നെ നടത്തും, യേശു എന്നെ പുലർത്തും, യേശു എന്നെ സഹായിക്കും എന്നുള്ള വാക്കുകൾ നമ്മൾ തകർച്ചയുടെ അവസ്ഥയിൽ പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയെ തൻ്റെ ശത്രുക്കളൊക്കെയും നിഗളിച്ച് വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കുന്നവരെയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളിക്കുകയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവേ, ദൈവത്തെ ആശ്രയം വെക്കാതെ ദൈവത്തെ ഇല്ല എന്ന് പറയുന്നവരെ, മൂഢരെ നമ്മൾ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നഗളിക്കുകയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മളെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. നീ നശിച്ചു പോകേണ്ടടുത്ത്, നീ തകർന്നു പോകേണ്ടടുത്ത് നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ആശ്രയം വെച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സാദൃശ്യം ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ തകർച്ചവസ്ഥകൾ മുഴുവനും അറിയുന്ന കർത്താവ്. അവൻ നമുക്ക് വേണ്ടി സകലതും നീക്കുപോക്കുകളെ ചെയ്യുന്ന കർത്താവാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് ചിന്തിച്ചാൽ നമ്മുടെ പല മരണ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ച ദൈവം, വളരെ നാശകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവം, നമ്മൾക്ക് മറ്റാരും ആശ്രയമില്ലാത്ത സമയങ്ങളിൽ നമ്മളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. നമ്മൾ ആ ദൈവത്തെ മറക്കുന്നവരായല്ല, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സാധിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. നിന്നോട് സാദൃശ്യം ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചോളം, ഒരു കർത്താവിനെ അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം, അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അവനെ വിടുവിച്ച അനുഭവങ്ങൾ ഒരുപക്ഷെ അവന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. കാരണം അവൻ്റെ യാത്രവേളകളിലും അവൻ്റെ ഉറക്ക സമയങ്ങളിലും അവൻ്റെ ജോലി മണ്ഡലങ്ങളിലും കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മുടെ യാത്രകളും നമ്മുടെ പ്രവൃത്തികളും സകലതും അറിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ യാത്രകൾക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ദൂതന്മാരെ അയച്ച് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അതോർത്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നമുക്ക് തിട്ടപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. ഹാനയാഗവും ഭോജനയാഗവും നീ ഉച്ചിക്കുന്നില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾക്കും കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, എൻ്റെ കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവിടുന്ന് എനിക്കതിന് പുതിയ കൃപ നൽകണമേ. നിൻ്റെ ഇഷ്ടമെന്താണ് അത് ചെയ്യുവാൻ, അത് പ്രവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളിൽ ഞാൻ അടക്കുകയില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിൻ്റെ നീതിയെ ഹൃദയത്തിൽ മറച്ചു വച്ചില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയവും സത്യവും ഞാൻ മഹാസഭയ്ക്ക്
മറച്ചു വെച്ചതുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയില്ല. യഹോവേ, നീ അറിയുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. മഹാസഭയുടെ മധ്യയിൽ മുഖപക്ഷമില്ലാതെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവരായി, മുഖപക്ഷം നോക്കാതെ, നന്മകൾ നോക്കാതെ, മുഖപക്ഷം നോക്കാതെ പ്രസംഗിക്കുന്നവരായി നമ്മൾ മാറണം. അതിന് ദൈവത്തിൻ്റെ കൃപ വലിയ അത്യാവശ്യമാണ്. ദൈവകൃപയുള്ളവർക്ക് മാത്രമേ മുഖപക്ഷമില്ലാതെ, മറ്റ് താല്പര്യങ്ങളില്ലാതെ ദൈവസഭയുടെ മുന്നിൽ പ്രസംഗിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളാൽ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചതുമില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയ സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചു വച്ചതുമില്ല. അതേ, നിൻ്റെ ദയയും സത്യവും ഞാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ ദയയുള്ള ദൈവമാണ്. അവൻ കാരുണ്യമുള്ള ദൈവമാണ്. ആര് നിലവിളിക്കുന്നുവോ, ആര് ഒച്ചപ്പെടുന്നുവോ, ആര് അലറുന്നുവോ, ആര് ഹൃദയം നുറുകിയിരിക്കുന്നുവോ, അവൻ ദയ കാണിക്കുന്ന ദൈവം, അവൻ കരുണ കാണിക്കുന്ന ദൈവം, അവൻ മനസ്സലിവുള്ള ദൈവം, അവ മഹാക്ഷമയുള്ള ദൈവം. നിൻ്റെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ നീ കലറുന്ന വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അവൻ ദയ കാണിക്കുന്ന, അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ അവൻ മറയുന്ന ദൈവമല്ല. അവൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കരുണ കാണിക്കുന്ന ദൈവം, മനസ്സലിവുള്ള ദൈവം, ക്ഷമാശീലനായ ദൈവം, സൗമ്യതയുള്ള ദൈവം, ശാന്തശീലനായ ദൈവം. അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, അവൻ നിന്നെ കരുതുന്ന ദൈവം, അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനിലേക്ക് ഞാൻ ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആരെല്ലാം യേശു ക്രിസ്തുവിനായി കാത്തിരിക്കുന്നുവോ, ആരെല്ലാം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവോ, അവൻ ഏത് മതത്തിലുള്ള വ്യക്തിയായാലും, ഏത് കുലത്തിലുള്ളവനായാലും, ഏത് കളറുള്ളവനായാലും, കളറില്ലാത്തവനായാലും, ഏത് വ്യക്തിയായാലും നിന്നെ കരുതുന്ന ഒരു ദൈവമാണ്. ആരെല്ലാം യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് ആരെല്ലാം നിലവിളിക്കുന്നുവോ, അവർക്ക് അവൻ ഇറങ്ങി വന്ന് ഉത്തരം നൽകുന്ന ദൈവമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി. അതേ, നശിച്ചിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ പിടിച്ചു കയറ്റുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ കരകയറ്റുന്ന ഒരു യേശു ക്രിസ്തുവുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നാശകരമായ കുഴിയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ അടുത്ത ദിവസം നശിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി, പ്രിയ അഭിഷക്ത, നിൻ്റെ അവസ്ഥയിൽ നിന്നും നീ ആ അവസ്ഥയിലിരിക്കുമ്പോൾ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് നീ വിളിച്ചു പറഞ്ഞാൽ നിശ്ചയമായി നിൻ്റെ നാശകരമായ കുഴിയിൽ നിന്നും, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, രോഗാവസ്ഥയിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, ബിസിനസ് തകർച്ചയിൽ നിന്നും, ബിസിനസ് സാലറി കിട്ടാത്ത അവസ്ഥയിൽ നിന്നും, ബില്ല് പെൻഡിങ് ഉള്ള അവസ്ഥകളിൽ നിന്നും, ഏതവസ്ഥയിൽ നിന്നും നീ നാശകരമായ ഈ അവസ്ഥയിൽ നീ കർത്താവിൽ ആശ്രയം ചെയ്യാൽ, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി അവൻ നാശകരമായ കുഴിയിൽ നിന്നും നിന്നെ പിടിച്ച് കയറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ തകർച്ചയിൽ നിന്നും ഞാൻ നിന്നെ ഉയർത്തുമെന്ന് ചില കുടുംബങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നാശകരമായ കുഴിയിൽ നിന്നും
കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. നിൻ്റെ തകർച്ചയിൽ നിന്നും വിടുവിച്ചിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി അവന് നിനക്ക് സന്തോഷമുള്ളവനായി, നിനക്ക് സമൃദ്ധിയുള്ളവനായി, നിനക്ക് നിത്യജീവനെ കരുതുന്നവനായി, നിനക്ക് നിത്യജീവനെ നൽകുന്നവനാക്കി മാറ്റും. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. നിനക്ക് സമാധാനവും സന്തോഷവും നൽകി, ആശ്വാസവും നൽകി. അതിനപ്പുറമായി നിത്യതയിലേക്കുള്ള വഴി ഒരുക്കുന്നവനാണ് ക്രിസ്തു. നിത്യതയിലേക്കുള്ള പാതകളെ നിനക്ക് തുറന്നു തന്നു. എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയിൽ നീ ആശ്രയിച്ചാൽ നിശ്ചയമായി നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ നിന്നെ കരുതുന്ന ദൈവമാണ്. അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, ഈ കേട്ട വചനം ഒന്ന് ജീവിതത്തിൽ സമർപ്പിച്ചാൽ, കർത്താവേ, ഞാൻ നാശകരമായ കുഴിയിൽ കടന്നവനാണ്, കുഴഞ്ഞ ചേറ്റിലിപ്പോൾ കടക്കുകയാണ്, എന്നെ ആരും സഹായിക്കുവാനില്ല, ആരും എന്നെ പരിപാലിക്കുവാനില്ല. എന്നാൽ യേശുവേ, അങ്ങനെ സഹായിക്കുമെന്ന്, അങ്ങനെ പരിപാലിക്കുമെന്നും അങ്ങനെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആര് ഹൃദയത്തിൽ, ആര് വാ കൊണ്ട് പറയുമ്പോൾ നിശ്ചയമായി അവരെ നടത്തുന്ന ഒരു യേശു ക്രിസ്തുവിനെ നിശ്ചയമായി നിൻ്റെ കുടുംബത്തിൽ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ കേട്ട വചനങ്ങളെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്ത്, കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, ഈ വചനങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആരേറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അതേ വചനം ക്രിയ ചെയ്യുന്നതായി, വചനം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവെ, അയച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ അത് ഏറ്റെടുക്കുവാൻ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരുത്തണമേ. അവരെ കർത്താവെ, ഭാരപ്പെടുന്ന അനുഭവത്തിൻ്റെ മേൽ നീ വാതിലുകളെ തുറന്നതിനായി, ഞെരുക്കവസ്ഥയിൽ നിന്നും പുതുവാതിലുകളെ തുറന്നതിനായി, രോഗാവസ്ഥയിൽ നിന്നും ഒരു വിടുതൽ കർത്താവെ കൊടുത്ത കൃപയ്ക്കായി, അസമാധാനത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, ക്രിസ്തുവിൻ്റെ സമാധാനം അവിടുന്ന് പകർന്നതിനായി നന്ദി പറയുന്നു. ഭയപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ കുടുംബ മണ്ഡലങ്ങളിൽ നിന്നും നസ്രേനായ യേശുവിൻ നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു. യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹൽബ റോഷൽ ലാൻഡോ റീഖ നാദ റോസൽ ബാല ഹത്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ സാത്താനിക ശക്തികൾ, എല്ലാ പൈശാചിക കോട്ടകൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് ഉടയട്ടെ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങൾ, ആവിചാര മന്ത്രവാദ ശക്തികൾ നസ്രീന യേശുവിൻ നാമത്തിൽ ഭവന മണ്ഡലങ്ങൾ ഉടയട്ടെ. രോഗങ്ങളെ കൊണ്ടുവന്ന് ഭവനത്തിന് ശാപാവസ്ഥയിലിട്ടിരിക്കുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ, ദേശത്തിൻ്റെ വാഴ്ചയുടെ അധികാര ദുരാത്മ മണ്ഡലങ്ങൾ എല്ലാം നസ്രീന യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ ഭവന മണ്ഡലങ്ങളെ അസമാധാനത്തെ കൊണ്ടുവന്ന് കുടുംബത്തിന് സമാധാനമില്ലാതെ ഭാരപ്പെടുത്തുന്ന ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങൾ, പിശാചിൻ്റെ എല്ലാ കോട്ടകൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കുടുംബങ്ങളിൽ പകരുന്നു. എല്ലാ അശുദ്ധ ചിന്തകൾ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. പൈശാചിക കോട്ടകൾ ഭവനത്തിൽ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങളായുള്ള ചില കുടുംബങ്ങളിൽ ചില പെൻഡിങ്ങുകൾ, ചില ഫൈനാൻസ് ബില്ലുകൾ യേശുവിൻ നാമത്തിൽ അത് കിട്ടുവാൻ പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. റോക്കോ ഷെൽത്തോ റീബനിയ. അതിൻ്റെ മേൽ കർത്താവേ, നീ പുതുവാതിലുകളെ തുറന്നതിനായി ചില പുതു പ്രോജക്റ്റുകൾ ഒരുക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇരുട്ടുണ്ട ശക്തികളെല്ലാം വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. സാത്താനിക കോട്ടകൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് ഉടയട്ടെ. അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. അനേകർക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് പുതു മേഖലകൾ കർത്താവെ, നീ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നിരാശയിലും ഭാരത്തോടും ഇരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരെ കുടുംബത്തിലുള്ള വ്യക്തികളുള്ള എല്ലാ ഭയത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ
ശാസിക്കുകയാണ്. റീക്കൽ ഷന്തന ഹൗസിയ. ഭാരപ്പെടുന്ന മാതാവേ, നിന്നെ യേശു വിടുവിച്ച് നിൻ്റെ ഇപ്പോഴുള്ള നാശകരമായ അവസ്ഥയിൽ നിന്നും നിന്നെ വിടുവിച്ച് ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണത്തിനും ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.